ഹാപ്പിയാണ്. വളരെ ഭംഗിയായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴും ഒരു റിസോർട്ട് പോലെയാണെന്നാ പറയണത്. ഞാൻ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് 2 months മുന്നേ നമ്മുടെ അടുത്ത് സനൽ എന്ന് പറഞ്ഞൊരു ക്ലയന്റ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ചെറിയൊരു ഔട്ട് ഹൗസ് ഡിസൈൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ ആളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മളതിനെ ഇപ്പം ഈ കാണുന്ന പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് ചോദിക്കാം. ഞങ്ങളുടെ സത്യം പറഞ്ഞ ഇതൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഔട്ട് ഹൗസ് വേണം. ഇപ്പൊ വീടിന്റെ മേളിൽ സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. വീടിന്റെ വാതിക്കലുണ്ടായിരുന്ന സംഭവം അങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താണ് ഒരു സ്ട്രക്ചർ ഒരു 4 തൂണില് ഒരു ആസ്പെക്ട് ഷീറ്റ് ഇട്ടായിരുന്നു. അത് എന്റെ അച്ഛനും എന്റെ ബ്രദറും വർക്ക് ചെയ്തൊരു സ്ഥാപനമായിരുന്നു, കയറിന്റെ പരിപാടി. അത് അവർക്കും അത് പൊളിച്ചു കളയാനാണ് ആഗ്രഹമില്ല. അങ്ങനെയാണ് ഞാൻ ഇഷ എടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചേക്കാൾ കൂടുതൽ സന്തോഷമാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വരുമ്പോൾ നല്ല അഭിപ്രായമാണ് ഇപ്പൊ പറയുന്നത്. ചെറിയ ഉള്ള സൗകര്യം ഞാൻ ഒറ്റ ഡിമാൻഡേ പറഞ്ഞു. എന്താണ് ഒരു ബെഡ്റൂം വേണം, ഒരു ബാത്റൂം, ഇവരുടെ ഡ്രസ്സൊക്കെ വെക്കാൻ, പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ഡ്രസ്സിങ് ടേബിൾ, പിന്നെ നമുക്കൊന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം. 5-8 പേര് വന്ന ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ല വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചിറ്റാകാനുള്ള ചെറിയൊരു സൗകര്യം. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയൊരു വാഷ് ബേസിൻ സെറ്റപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഡിമാൻഡ്സ്. അപ്പൊ ഇതെല്ലാം കൊള്ളുവാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു പതുക്കെ നമ്മൾ ഇത്രയൊക്കെ എത്തി. ഏതായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. സൺലൈറ്റിന് എന്റെ ആ വീഡിയോ കണ്ടിട്ട് ആ നമ്പറിൽ എടുത്തിട്ടാണ് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നത്. കാണുമ്പോൾ വെറുതെ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഔട്ട് ഹൗസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ചെറിയൊരു ലിവിംഗ് റൂം, ഒരു ഡൈനിങ് റൂം, ഒരു വാഷ് ഏരിയ, ഒരു ബെഡ്റൂം വിത്ത് ബാത്റൂം. ഇതാണ് ശരിക്കും നമ്മൾ കൊച്ചിയിലൊക്കെ പോയാലുള്ള ഒരു 1 BHK അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോ ഇതിലേക്ക് എനിക്ക് ചേട്ടനെ പറ്റി പറയാന്ന് വെച്ചാല് കുറെ ഡിസ്കഷൻ നമ്മൾ ഇതിൽ ചെയ്തു, ഈച്ച് ആൻഡ് എവറി എലമെന്റ്. പിന്നെ ചേട്ടൻ എന്റെ ആ ഒരു ഫ്രീഡത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യവും ചോദിച്ച് നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റ്, എനിക്ക് ആ ഒരു വിശ്വാസം പൂർണ്ണമായി എന്നിൽ അർപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്കത് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ ഒക്കെ ഒരു ഫ്രീഡവും എല്ലാം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്, കാര്യം നമുക്കറിയാം എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കാണ് വീട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീല്. വളരെ ഭംഗിയായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴും ഒരു റിസോർട്ട് പോലെയാണെന്നാ പറയണത്. ഞാൻ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട്. അപ്പൊ അതിനുള്ള നന്ദി ജിഷയോടാ പറയേണ്ടത് പ്രത്യേകിച്ച്. അവരും പറഞ്ഞ് അവർക്ക് ഇതിന്റെ വീഡിയോ അയച്ചു കൊടുക്കും. അവര് എന്നോട് പറഞ്ഞു ജിഷയുടെ പ്ലാനിങ്ങിട്ട് തരുന്ന അതുപോലെ തന്നെ ചെയ്തു. പിന്നെ നമ്മുടെ ഇതിന്റെ ഔട്ടർ മറ്റു കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തത് പിന്നെ പ്രസാദ് സാറാണ്. പുള്ളി എത്ര തിരക്കിട്ട വർക്കുണ്ടാക്കി പുള്ളി വന്ന് ഈ ചെറിയൊരു വർക്ക് പുള്ളിയുടെ പണിക്കാരോട്ട് ചെയ്യും. പെയിന്റിങ് നല്ല ഭംഗിയായിട്ട് നമുക്ക് സഹോദരനാണ്. അപ്പൊ എല്ലാം നമ്മളിലൊരു മനസ്സിലൊരു സങ്കല്പമുണ്ട്. അത് പറയുമ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഇതായിട്ട് തന്നെയാണ് അവരൊക്കെ ചെയ്തത്. പെട്ടെന്ന് നമ്മുടെ പ്ലാൻ അതുപോലെയാണ്. എല്ലാം പിക്ചർ സഹിതമാണ്. ഇഷ തരുന്ന ഓരോ വീഡിയോസ് നമുക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അതിനകത്ത് മാറ്റമില്ല. ഇതിന്റെ കളർ തന്നെ അവസാനം എറണാകുളത്ത് എടുക്കേണ്ടി വന്നു. സംഭവം 3 ആളിനെ എടുത്തിട്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഒരു കോംപ്രമൈസിന് ഞാൻ എവിടെയെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വിളിക്കും.